തായ്ലൻഡിലെ ബാങ്കോക്കിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ബ്ലൈൻഡ് ഫുട്ബോൾ ടൂർണമെന്റിന് വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. എറണാകുളം കടവന്ത്ര ഗാമ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് ടീം പരിശീലിക്കുന്നത്. ടീം നാളെ തായ്ലൻഡിലേക്ക് തിരിക്കും. 10 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിനൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ച് ഇവാൻ വുക്കുമനോവിച്ചാണ് കഴിഞ്ഞ ദിവസം ടീമിനെ പ്രഖ്യാപിച്ചത്. ഈ മാസം 26-ന് ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജപ്പാനെ നേരിടും. തുടർന്നുള്ള ദിവസങ്ങളിൽ തായ്ലൻഡും ലാവോസുമാണ് ഇന്ത്യയുടെ എതിരാളികൾ. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ടീം മികച്ച പ്രകടനം നടത്തുമെന്നാണ് 10 വർഷമായി ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുന്ന മലയാളി പരിശീലകൻ സുനിൽ ജെയിംസിന്റെ പ്രതീക്ഷ. ഇതൊരു 4 നേഷൻ്റെ ടൂർണമെൻറ്റാണ്. ആദ്യത്തെ കേസിൽ ഞങ്ങൾക്കിത് ഒരു റാങ്കിങ്സ് ടൂർണമെൻറ്റും കൂടെയാണ്. അപ്പം കുറച്ച് പോയിൻറ്റ്സ് കിട്ടും. ഇൻ്റർനാഷണൽ റാങ്കിങ്ങിൽ ഞങ്ങൾ 14 നമ്പർ വേൾഡിൽ. അപ്പോൾ പിള്ളേർക്ക് പുതിയ 2 പേർക്ക് ഡെബ്യൂവും ചെയ്യാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 4 നേഷൻസ് എന്ന് പറയുമ്പം ജപ്പാൻ വേൾഡ് നമ്പർ 3, തായ്ലൻഡ് വേൾഡ് നമ്പർ 4, നമ്മൾ 14 ആണ്. എന്നാലും നമുക്കൊരു നല്ല ചാൻസ് ഉണ്ട്. ലാവോസും ഉണ്ട്. അപ്പം കളിച്ചിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആൻഡ് എക്സ്പോഷർ, അതാണ് മെയിൻ തിങ്. കുറച്ച് കിട്ടി പൈസ, ഹാഫ് ദ എമൗണ്ട് കിട്ടിയെന്ന് പറയാം. ഇനി ഒരു ഹാഫ് മുണ്ട് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പം എങ്ങനെയും ഞങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി തായ്ലൻഡിനോടും ചോദിച്ച് റേസ് ചെയ്യാൻ നോക്കുന്നു. വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള സീനിയർ താരങ്ങൾക്കൊപ്പം മികച്ച യുവതാരങ്ങളും ഇത്തവണ ടീമിലുണ്ട്. ഞാനിപ്പോൾ ആദ്യമായിട്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ബ്ലൈൻഡ് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 months ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കേരളത്തിന് വേണ്ടി ഫസ്റ്റ് സൗത്ത് സോൺ പോയി കളിച്ചു. അപ്പോൾ അതിൽ എമർജിംഗ് പ്ലെയർ എന്നുള്ള അവാർഡ് കിട്ടി. എക്സ്പീരിയൻസ് ആയ പ്ലേയേഴ്സിൻ്റെ ഒപ്പം കളിക്കുന്നത്. പിന്നെ കോച്ച് ഭയങ്കര സപ്പോർട്ടിങ് കോച്ച്. അപ്പോൾ ആദ്യമായിട്ട് അത്രയും വലിയൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. ആലപ്പുഴ സ്വദേശി ഗോൾ കീപ്പർ സുജിത് PS ആണ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ഏക മലയാളി. ഹബീബ് കൊടുമുണ്ടയ്ക്കൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.